ശബരിമല വിമാനത്താവളം നിർമ്മിക്കുന്നതിന് കൊടുമൺ എസ്റ്റേറ്റിൽ സാമൂഹിക ആഘാത പഠനം നടത്തണമെന്ന ഹൈക്കോടതി ഉത്തരവ് നടപ്പിലായില്ല. സർക്കാർ ഉടമസ്ഥയിലുള്ള കൊടുമൺ എസ്റ്റേറ്റ് കൂടി പരിഗണിക്കണമെന്ന് ആവശ്യപ്പെട്ട് വിമാനത്താവള ആക്ഷൻ കൗൺസിലാണ് ഹൈക്കോടതിയെ സമീപിച്ചത്. വർഷങ്ങൾക്ക് മുമ്പ് റബ്ബർ പ്ലാന്റേഷൻ നിലച്ചതിനാൽ നിലവിൽ ഉപയോഗശൂന്യമായി കിടക്കുകയാണ് പ്ലാന്റേഷൻ. പത്തനംതിട്ട ജില്ലയിലെ അടൂരിന് സമീപം 3000 ഏക്കർ വിസ്തൃതിയുള്ള കൊടുമൺ പ്ലാന്റേഷനിലാണ് വിമാനത്താവള ആക്ഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കൊടുമൺ വിമാനത്താവള പദ്ധതിക്ക് രൂപം നൽകിയിട്ടുള്ളത്. ഇതിനായി വർഷങ്ങൾക്ക് മുമ്പ് ഡോക്ടർ വർഗീസ് പേരേലിൻ്റെ നേതൃത്വത്തിൽ വിപുലമായ കമ്മിറ്റി രൂപീകൃതമായതിനു ശേഷം പദ്ധതി യാഥാർത്ഥ്യമാക്കുന്നതിന് വേണ്ടി നടപടികൾ മുന്നോട്ട് പോവുകയാണ്. ബന്ധപ്പെട്ടവരിൽ നിന്നും അനുകൂലമായ മറുപടി ലഭിക്കാത്തതിനെ തുടർന്ന് കമ്മിറ്റി അംഗങ്ങൾ ഹൈക്കോടതിയിൽ ഹർജി നൽകിയിരുന്നു. പ്ലാന്റേഷനിൽ പരിസ്ഥിതി പഠനം നടത്തി റിപ്പോർട്ട് സമർപ്പിക്കാൻ അധികാരികളെ ചുമതലപ്പെടുത്തിയിട്ടുണ്ടെന്ന് ഡോക്ടർ വർഗീസ് പേരയിൽ കേരള വിഷൻ ന്യൂസിനോട് പറഞ്ഞു. ഞങ്ങൾ കേരള മുഖ്യമന്ത്രിക്ക് നിവേദനം കൊടുത്തു. വേണ്ടത്ര പരിഗണന കിട്ടിയെന്ന് ഞങ്ങൾക്ക് സംശയം ഉണ്ടായതുകൊണ്ട് ഞങ്ങൾ നേരെ ചെയ്തത് ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയെ സമീപിച്ചു. ഹൈക്കോടതി ഞങ്ങളുടെ കേസ് അപ്പീൽ സ്വീകരിച്ചിട്ട് ഹൈക്കോടതി ഉത്തരവിട്ടു. ഈ കൊടുമൺ പ്രദേശം കൂടി ഒന്ന് പരിശോധിക്കണം എന്ന് കളക്ടർ ഞങ്ങൾക്ക് എന്ന വാക്ക് തന്നിട്ട് 3 മാസം കഴിഞ്ഞിരിക്കുന്നു. ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി പറഞ്ഞിരിക്കുകയും ബഹുമാനപ്പെട്ട പ്രിൻസിപ്പൽ സെക്രട്ടറി കത്ത് വന്നിരിക്കുകയും പത്തനംതിട്ട ജില്ലാ കളക്ടർ എന്തുകൊണ്ടാണ് ഈ കൊടുമൺ പ്ലാന്റേഷൻ പ്രദേശം പരിശോധിക്കാത്തത്? MC റോഡിനും മലയോര ഹൈവേക്കും സമീപത്തായി സ്ഥിതി ചെയ്യുന്ന കൊടുമൺ പ്ലാന്റേഷനിൽ സിയാൽ മാതൃകയിലാണ് വിമാനത്താവള പദ്ധതി യാഥാർത്ഥ്യമാക്കാൻ ആക്ഷൻ കമ്മിറ്റി ശ്രമിക്കുന്നത്. ശബരിമലയോട് ഏറ്റവും അടുത്ത് സ്ഥിതി ചെയ്യുന്ന കൊടുമണ്ണിൽ വിമാനത്താവള പദ്ധതി യാഥാർത്ഥ്യമായാൽ വലിയ പുരോഗതിയാണ് പത്തനംതിട്ട ജില്ലയിൽ ഉണ്ടാകുക എന്നാണ് ആക്ഷൻ കമ്മിറ്റി അംഗങ്ങൾ പറയുന്നത്. ആക്ഷൻ കൗൺസിൽ സമരവുമായി മുന്നോട്ട് പോവുകയാണ്. പാരിസ്ഥിതിക പ്രശ്നങ്ങൾ ഒന്നും തന്നെ ഇല്ലാതെ ഇവിടെ അനുയോജ്യമായ ഒരു വിമാനത്താവളം സ്വപ്നം കാണുകയാണ് ആക്ഷൻ കൗൺസിൽ. കൊടുമണ്ണിൽ നിന്നും ക്യാമറമാൻ പ്രദീപ് അങ്ങാടിക്കൊപ്പം പ്രസാദ് MJ, കേരള വിഷൻ ന്യൂസ്, പത്തനംതിട്ട.